വേളയിലാണ് ഈ ഓണാഘോഷം നടക്കുന്നത്. അതുകൊണ്ട് വേഗം സംസാരിക്കും. മോർണിംഗ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരേക്കാളും കൂടുതൽ ഓണമുണ്ട ആളെന്ന നിലയ്ക്ക് MD എനിക്ക് അനുവദിച്ചു തന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഈ അവസരത്തിൽ എല്ലാ കേരളയിലെ ജീവനക്കാർക്കും സന്തോഷകരമായ ഒരു ഓണം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ബോർഡിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ട് MD എന്നെ ആദരവ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അത് അന്നത്തെ ഒരു പ്രത്യേക പ്രതിസന്ധി നേരിടാനുള്ള ഒരു അവസരമായിരുന്നു. ഈ കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ ആ ആനുകൂല്യങ്ങൾ മറ്റുള്ള ജീവനക്കാർക്കും നൽകണമെന്ന് MD ആവശ്യപ്പെട്ട അനുസരിച്ച് ഈ ഓണത്തിൻ്റെ ശമ്പളത്തോടൊപ്പം എല്ലാ എംപ്ലോയീസിനും ആ ആനുകൂല്യം ലഭിക്കുന്നതാണെന്ന് നിങ്ങളെ അറിയിക്കാനായിട്ട് MD എന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്രമാത്രമേ എനിക്ക് പറയാം. വളരെ സന്തോഷകരമായ ഒരു ഓണമായി മാറുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ സംസാരിക്കും. ഇല്ല, പൈസ ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട വെങ്കട്ടരാമനിൽ ഇനി സംസാരിക്കണ്ട. പൈസ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയില്ല. ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് എൻ്റെ അവസ്ഥ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതായത് നമ്മൾക്ക് കണ്ടമാനം പരിമിതികളുണ്ട്, എങ്കിലും ആ പരിമിതികൾക്കകത്ത് നിന്നും തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും മാക്സിമമായി ചെയ്യാവുന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളാണ് എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അത് സ്വാഗതം ചെയ്യുന്നു. കൈരളി കുടുംബാംഗങ്ങളിൽ ഓരോരുത്തർക്കും വളരെ സന്തോഷകരമായ ഓണവും പ്രതീക്ഷയുടെ ഒരു വർഷവും നേരുന്നു. എല്ലാ മംഗളങ്ങളും. പ്രിയപ്പെട്ടവരെ, സുനിൽ പറഞ്ഞ പോലെ ഏതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും കൈരളി മുടങ്ങാതെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ വ്യാപൃതരായിരുന്നു. ഇത് പ്രളയം ഉള്ള സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. പ്രളയമുണ്ട്, പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നമുക്കുണ്ടായി. നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും ജീവനക്കാരുടെ, കൈരളിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുടെ, ഇപ്പോൾ ജീവനക്കാർ മാത്രമല്ല മികച്ച അവതാരകരൊക്കെ ഇവിടെയുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് എല്ലാ ആഘോഷങ്ങളും നമ്മുടെ കൂടി ആഘോഷമായി മാറ്റിയിരുന്നു. അപ്പോൾ ഈ ആഘോഷത്തിന് ഒരു സവിശേഷമായ മാധുര്യം പകർന്നുകൊണ്ട് നമ്മുടെ കമ്പനി സെക്രട്ടറി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്നെ അറിയിക്കാതെയാണ് നടത്തിയിരിക്കുന്നത്. അത് കമ്പനി സെക്രട്ടറിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ ചില വീഞ്ഞിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്, പ്രായം കൂടുന്തോറും വീര്യം കൂടുമെന്ന് പറഞ്ഞ പോലെയാണ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഇപ്പോൾ നിരന്തര വിദേശ പര്യടനത്തിലാണ്. ഇപ്പോൾ ഏത് രാജ്യത്താണ് പോയി വന്നത്? വിയറ്റ്നാം, ജപ്പാനും പോയിരുന്നു. വിയറ്റ്നാം, ജപ്പാൻ, അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ പോയി മടങ്ങി വന്നിരിക്കുകയാണ്. അമേരിക്ക, കാനഡയിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വസതികളാണ് അമേരിക്കയും. അപ്പോൾ അടുത്ത വിദേശയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹം ബോർഡ് മീറ്റിംഗ് വിളിച്ച് ജീവനക്കാർക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം നേർന്നത്. യഥാർത്ഥത്തിൽ വെങ്കട്ടരാമൻ പറഞ്ഞ പോലെ നമുക്കതിനുള്ള ആരോഗ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആരോഗ്യമൊന്നും ഇല്ല. കമ്പനിക്ക് ആരോഗ്യം കുറയാനുള്ള കാരണം ഈ സുനിലിൻ്റെ കൂട്ടരും വേണ്ടത്ര രൂപത്തിൽ
നമ്മുടെ ചാനൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം കൊണ്ടാണ്. പക്ഷെ ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. രാവിലെ ഒരു 9:30 ആയപ്പോൾ തന്നെ സുനിൽ വിളിച്ചു തുടങ്ങി. സാധാരണ 11 മണിക്ക് ഞാൻ സുനിലെ അങ്ങോട്ട് വിളിക്കുകയാണ് ഇവിടെ എത്താറായോ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഓണാഘോഷമായതുകൊണ്ട് കൃത്യസമയത്ത് തുടങ്ങണമെന്നുള്ള ഒരു നിഷ്കർഷ. അല്ല, ബൈജൂരും അങ്ങനെയൊക്കെ തന്നെ. അതെ, ഫോട്ടോഷൂട്ടിനാ പുതിയ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഓക്കെ, നല്ല കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവനക്കാരുടെ ഒരു കൂട്ടായ ഒരു ആഘോഷത്തിൽ എല്ലാവരും കൃത്യസമയത്ത് പങ്കെടുക്കണം. ഓണം വന്നിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ കൈരളിയിൽ അജയനമ്പലപ്പാടിനെ കാണുമ്പോഴാണ്. കൃത്യമായി ആ ഒരു സമയം നോക്കിയിട്ട് അജയനമ്പലപ്പാട് പ്രത്യക്ഷപ്പെടും. അജയൻ അത് കഴിഞ്ഞാൽ പിന്നെ അജയനെ എനിക്ക് കിട്ടാറില്ല. അടുത്ത ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു ഓണക്കാലവും ഞാൻ മിസ് ചെയ്യാറില്ല. അജയനെ കാണാനുള്ള ഒരു ആഗ്രഹത്തിൽ ഈ ഓണാഘോഷത്തിൽ ഞാൻ കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവനക്കാരെ ചേർത്ത് നിർത്തിയിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. നമ്മുടെ കമ്പനിക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഈ കമ്പനി നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. അല്ലാതെ അവരുടെ കേവലപരമായ ഒരു ലാഭത്തെക്കുറിച്ചല്ല അവർ ചിന്തിക്കാറുള്ളത്. നമ്മൾ സന്തോഷപൂർവ്വം ഈ സ്ഥാപനത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു 10% പേര് മാത്രമേ പഴയ ആൾക്കാരുള്ളൂ. അല്ലേ 10%. ഇപ്പം കമ്പനി സെക്രട്ടറി സുനിൽ, ബിനിത, അവരെ യഥാർത്ഥത്തിൽ 25 എൻ്റെ മനസ്സിലേക്ക് വന്നത് 25 വർഷം പൂർത്തിയാകുന്ന സ്ഥിതിക്ക് ഈ 25 വർഷം കൈരളിലൂടെ നിന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ മീഡിയ ക്ലബ്ബും HR-ഉം കൂടി ആദരിക്കേണ്ടതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവരിതിനോടൊപ്പം നിന്നു. അതിൽ അവതാരകരുൾപ്പെടെ, ലക്ഷ്മി നായർ ഉൾപ്പെടെ, വേറെ അല്ല, നമ്മുടെ അഭിഭാഷകയും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ജഡ്ജാണോ? ഡാൻസാണ്. ശരി. അഭിഭാഷക വൃത്തിയൊക്കെ നിർത്തിയ ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂടി ആദരിക്കണം. അതിലിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആൾക്കാരിപ്പം സുരേഷുണ്ട്, പീറ്ററുണ്ട്, ആരിഫില്ല. ആരിഫ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അതെ, ആരിഫ് തുടക്കം മുതലുണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ട് ആരിഫിന്, പക്ഷെ ഇല്ല. ജിഗീഷ് പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടായിരുന്നു. അതെ, ഈ രൂപത്തിലല്ല ജിഗീഷ് വന്നത്. പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? മനോജ്, രാജേന്ദ്രൻ, പീറ്റർ, നമ്മുടെ സ്റ്റോറിൻ്റെ സുധീർ, ജയൻ ഉണ്ടായിരുന്നു. അല്ലേ, ജയനുണ്ടാ? ജയൻ, വെങ്കട്ടരാമൻ പിന്നെ ഉണ്ടല്ലോ, കമ്പനി സെക്രട്ടറി അന്നും അതേ ആ ഒരു പ്രസരിപ്പും എംവനും അതിൻ്റെ എല്ലാ തകരാറും സുനിലുണ്ട്. അതെ. തുളസി ഉണ്ടായിരുന്നില്ലേ? തുളസിക്ക് എളിമ കൊണ്ടത് സമ്മതിക്കുന്നില്ല. ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഓക്കെ. പിന്നെ നിരുപമയുടെ പേര് പറഞ്ഞല്ലോ. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? ബിനിത, ഇനിയുണ്ടല്ലോ ആൾക്കാർ. ഉണ്ടായിരുന്നാ? ഒന്ന് കൈവക്ക് നോക്കട്ടെ എല്ലാവരും ഒന്ന്. ഷാജി, നമ്മുടെ എഡിറ്റർമാരുണ്ടാവും അല്ലേ? മുരളി, ഗോപൻ, എല്ലാവരും ഉണ്ട്. അതെ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, ഞാനിപ്പോൾ സാധാരണ ഇതിൽ ഈ പേരിന് മാത്രമേ മാനേജിങ് ഡയറക്ടറുള്ളൂ, തീരുമാനങ്ങളെല്ലാം ഇവരെടുക്കുന്നത്. അപ്പോൾ ഇവർ തീരുമാനിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിൻ്റെ കൂടെ തുടക്കം പോലെ തന്നെ പ്രവർത്തിക്കും. ഉമേഷ് ഉണ്ടായിരുന്നല്ലോ. ഉമേഷ്, അരുണുണ്ടായിരുന്നു. അരുണും തുളസിയെ പോലെയാണ്, വളരെ ഹമ്പിളായിട്ടാണ് അവരെ കാണുന്നത്. അതെ. അപ്പോൾ ഇവരെല്ലാം ഞാൻ പേര് വിട്ടുപോയത് പിന്നെ പലരും. ആനന്ദ്, നമ്മുടെ ന്യൂസിലുള്ള അല്ലേ? പിന്നെ ഇയാളുണ്ടല്ലോ, 2000-ലുണ്ടായിരുന്നാ? രമേഷ്, കുറേ പേരുണ്ടായിരുന്നു. ബാബുരാജ് കണ്ണൂരായിരുന്നു.
ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു ചടങ്ങിൽ നമ്മൾ ആദരിക്കണം. മാത്രമല്ല അവരൊക്കെ ഈ കമ്പനിയോടൊപ്പം കമ്പനിയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ആൾക്കാർ കൂടിയാണ്. അല്ലാത്തവരും നമ്മുടെ കൂടെ നിന്നവരാണ്. പക്ഷേ അവർ തുടക്കം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ 25 വർഷം പൂർത്തിയാകുമ്പോൾ അവരുണ്ടായിരിക്കണം. പിന്നെ കമ്പനി സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു ചെറിയ ശമ്പള വർധനവ് നമ്മൾ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, അത് ഒരു മാസം ഒരു മുൻകൂർ അല്ലേ, അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ജൂലൈ 1 മുതൽ. അപ്പം ജൂലൈയിലെയും ഓഗസ്റ്റിലെയും ശമ്പളം കൂടി സെപ്റ്റംബറിൽ കിട്ടുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കമ്പനി സെക്രട്ടറിയും വെങ്കട്ടരാമനും ആരിഫും കിച്ചോട് ചേർന്ന് ഇവർ 3 പേരെയാണ് ബോർഡ് ചുമതലപ്പെടുത്തിയത്. എന്തെങ്കിലും തരത്തിൽ റീഡെസിഗ്നേഷനോ പ്രൊമോഷനോ വേണമെന്നുണ്ടെങ്കിൽ MD അതിൽ ഇടപെടാൻ പാടില്ല. ഈ 3 പേര് ഇടപെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറിയെയും വെങ്കട്ടരാമനെയും ആരിഫിനെയും വേണമെങ്കിൽ സമീപിക്കാവുന്നതാണ്, പരാതി ബോധിപ്പിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് പരാതിയായിട്ട് വരരുതെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൂടെ ഭാഗമായിട്ടുള്ള പുതിയ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവർക്കൊരു അനുഭവമാണ്. അവരെ സ്ഥാപനത്തിലേക്ക് വിളക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ആഘോഷങ്ങൾ വേണം. എന്തെങ്കിലും ഉണ്ടോ? ആർക്ക്? ഓക്കെ. അപ്പോൾ ഞാൻ മാത്രം ഓണാശംസ നേർന്നാൽ പോരാ, വേറെ ചില ആൾക്കാരും കൂടെ ഓണാശംസ നേരണമെന്നാണ് സുനിൽ പറഞ്ഞിരിക്കുന്നത്. കഴിയാവുന്ന ആൾക്കാർ ഓണാശംസ നേരട്ടെ. പക്ഷെ അവരൊക്കെ ഫാൻ ഓഫാക്കിക്കൊണ്ട് ഇങ്ങനെ തിരുവാതിര കളിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? അപ്പോൾ അവർ ക്ഷണിച്ചു പോകരുത്. അപ്പോൾ ഓക്കെ, ശരി. NPC എല്ലാ കൈരളി കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ. ചിങ്ങം നമ്മുടെ മലയാള പുതുവർഷത്തിൻ്റെ ആ വേള കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകളും. അജയൻ അമ്പലപ്പാട് തുടക്കം പോലെ ഉണ്ടായിരുന്നു. അത് മറക്കരുത്. ഡോക്ടർ ലക്ഷ്മി നായർ. നമസ്കാരം. ബഹുമാനപ്പെട്ട MD ബ്രിട്ട സർ ആൻഡ് വെങ്കട്ടരാമൻ സർ, എല്ലാ കമ്പനി സെക്രട്ടറി സർ, എല്ലാവർക്കും എന്താ പറയുക, നമസ്കാരം. നമ്മുടെ കൈരളി എൻ്റെ ഒരു കുടുംബം പോലെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. എങ്കിലും എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു. അടുത്തത് എല്ലാവരും വിചാരിച്ച ലക്ഷ്മിനാരൻ എന്തെങ്കിലും പാചകം ചെയ്ത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. പായസമൊന്നും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവരിരുന്ന്. അതെ. അടുത്താരാണ്? ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ, മറ്റ് വകുപ്പ് മേധാവികൾ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും, കൈരളി കുടുംബാംഗങ്ങളെല്ലാവർക്കും സ്നേഹം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു. ജീവനക്കാർക്കുള്ള ഓണക്കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട കമ്പനി സെക്രട്ടറിക്ക് നൽകി മാനേജിംഗ് ഡയറക്ടർ നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്.